ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ RV ബാബു നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ RV ബാബു, അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ ഈ വാർത്ത കൊണ്ടുവരികയാണ്. അതായത് നമുക്കറിയാം, ആദ്യഘട്ടത്തിൽ ഈ കന്യാസ്ത്രീകൾക്കൊപ്പമുണ്ടായിരുന്ന പെൺകുട്ടികൾ ആദ്യഘട്ടത്തിൽ പല മാധ്യമങ്ങൾക്ക്, ജനം TV ഉൾപ്പെടെയുള്ള പല മാധ്യമങ്ങൾക്ക് അന്ന് നൽകിയ ബൈറ്റ് എന്നത്, അല്ലെങ്കിൽ അവരുടെ പ്രതികരണം എന്നത്, തങ്ങളുടെ അറിവോടുകൂടിയല്ല ഈ കന്യാസ്ത്രീകൾക്കൊപ്പം ഇറങ്ങി പുറപ്പെട്ടത് എന്നത് ഇവർ സമ്മതിച്ചതാണ്. പക്ഷേ വളരെ വിചിത്രമായി ഇന്ന് കാലത്ത് മുതൽ ഇവർ കേരളത്തിലെ ചില മാധ്യമങ്ങൾക്ക് നൽകുന്ന പ്രതികരണം, ഈ പെൺകുട്ടികളുടെ പ്രതികരണം എന്നത് കന്യാസ്ത്രീകൾക്കൊപ്പം കൃത്യമായി പോയതാണ്, അവരുമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പോയത് എന്ന നിലയിലേക്ക് ഇവരുടെ ഒരു മൊഴിമാറ്റം സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ജനം TV പുറത്തുവിടുന്ന ഈ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് നാരായൺപുരയിലെ CPIയുടെ ഒരു പ്രധാനപ്പെട്ട ഓഫീസിൽ ഈ പെൺകുട്ടികൾ എത്തി നിൽക്കുന്നു. CPI, അതോടൊപ്പം തന്നെ അവിടുത്തെ മറ്റ് കമ്മ്യൂണിസ്റ്റ് ഭീകര സ്വഭാവമുള്ള സംഘടനകൾ, അവരുടെ നിർദ്ദേശാനുസരണം ഈ കുട്ടികൾ പ്രതികരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ ഘട്ടത്തിൽ നമ്മൾ കേരളത്തിലെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. RV ബാബു, താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഈ വാർത്തയോട്? ഈ കേസ് നമുക്കറിയാതെ ഉണ്ടായ ജൂലൈ മാസം 23 അല്ലെങ്കിൽ ആ ദിവസം കഴിഞ്ഞ് 2-3 ദിവസങ്ങൾക്ക് ശേഷമാണ് കേരളത്തിൽ ഇത് മാതൃഭൂമി പത്രത്തിലൊരു വാർത്തയായിട്ട് വരുന്നത്. അന്ന് ആ വാർത്തയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, ഈ കുട്ടികളുടെ മൊഴികൾ, പോലീസിന് നൽകിയ മൊഴികളാണ് ഈ കേസിനെ വളരെ കോംപ്ലിക്കേറ്റ് ആക്കിയത്, പോലീസിന്റെ അറസ്റ്റിലേക്ക് നീങ്ങിയത്, കന്യാസ്ത്രീയുടെ അറസ്റ്റിലേക്ക് നീങ്ങിയത് ഈ കുട്ടികളുടെ മൊഴിയാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോ അന്ന് തന്നെ അന്നത്തെ വാർത്തകൾ മുഴുവൻ ഈ കുട്ടികൾ പോലീസിനോട് പറഞ്ഞത് തങ്ങൾക്ക് ഇഷ്ടമില്ലാതെയാണ്, തങ്ങൾക്ക് എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയില്ല, തങ്ങളുടെ കയ്യിലല്ല ടിക്കറ്റൊക്കെ സിസ്റ്റേഴ്സിന്റെ കയ്യിലാണ്, ഇതിനകത്ത് എനിക്ക് പോകാൻ ഇഷ്ടമില്ലാത്ത ആൾക്ക് തിരിച്ചു പോകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പറ്റില്ല, പോയേ പറ്റൂ എന്നുള്ള നിലപാടെടുത്തു എന്നൊക്കെയായിരുന്നു അന്നത്തെ വാർത്ത. ആൾ ഓഫ് എ സഡൻ ഈ കേസ് വന്നു പ്രശ്നങ്ങളായി കഴിഞ്ഞിട്ട് വീണ്ടും ഈ കുട്ടികളെ പോലീസിന്റെ അടുത്ത് മൊഴി കൊടുക്കാൻ വരുമ്പോഴാണ് ഈ കുട്ടികൾ മൊഴി മാറ്റി എന്ന് പറയുന്നത്. കുട്ടികൾ മൊഴി മാറ്റിയിട്ട് ഞങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് പോയത് എന്നൊക്കെ വരുന്നത് അതിനുശേഷമാണ്. അപ്പോൾ അതിനിടയ്ക്ക് നടന്നിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഈ കുട്ടികളെ സമ്മർദ്ദത്തിലാക്കി മൊഴി മാറ്റിച്ചു എന്നാണ്. ഇവർ വനവാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ്, സാധുക്കളാണ്, ആർക്കും എങ്ങനെയും സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വളരെ സാധുക്കളായിട്ടുള്ള അത്രയും അങ്ങനെയുള്ള ഒരു ക്യാരക്ടറുള്ള ഒരു വിഭാഗമാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ ഈ തരത്തിൽ സ്വാധീനിച്ച് അവരെ കൊണ്ട് മൊഴി മാറ്റിപ്പിച്ചതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമുക്ക് അന്നേ മുതലില്ല. നമ്മളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. ഈ കുട്ടികളെ കൊണ്ട് മൊഴി മാറ്റിപ്പിച്ചതാണ്. ഈ BJPയെയോ അല്ലെങ്കിൽ സംഘപരിവാറിനെയോ ബജരംഗ ദളിനെയോ ഒക്കെ പ്രതിസ്ഥാനത്താക്കി നിർത്താൻ വേണ്ടി ആസൂത്രിതമായി ഈ കുട്ടികളെ കൊണ്ട് മൊഴി മാറ്റിപ്പിച്ചതാണ് എന്നുള്ള കാര്യത്തിൽ അന്ന് മുതൽ നമുക്ക് തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അതനുസരിച്ച് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് CPI പോലുള്ള സംഘടനകൾ, അതും മാവോയിസ്റ്റ് സ്വാധീനമുള്ള പ്രദേശത്ത് CPIയുടെ പ്രവർത്തനം നടക്കുന്നു. അവിടെ കൊണ്ടുപോയിട്ട് ഈ കുട്ടികളെ കൊണ്ട് ഈ മൊഴി മാറ്റിപ്പിക്കാൻ വേണ്ട പ്രവർത്തനം നടക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെ ആസൂത്രിതമായിട്ട് ഈ വിഷയത്തിൽ ഗൂഢാലോചന നടന്നിരിക്കുന്നു, പ്രതികളെ രക്ഷിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ ആ 3 പെൺകുട്ടികളോട് കാണിച്ച അനീതിയാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ. അവരെ കടത്തിക്കൊണ്ടുപോകാൻ, അവരെ ഇവിടെ ഒരു മനുഷ്യക്കടത്തിന്റെ ഭാഗമായിട്ട് നടത്തിയ ഒരു പ്രവർത്തനത്തില് കുറ്റക്കാരായ കന്യാസ്ത്രീകളെ രക്ഷിക്കാൻ നടത്തിയ ഗൂഢാലോചന, അതാര് നടത്തിയതായാലും അതിനെ സംബന്ധിച്ചിടത്തോളം അവർ ഉത്തരം പറയേണ്ടി വരും. ഇന്നല്ലെങ്കിൽ നാളെ അവർ ഉത്തരം പറഞ്ഞേ മതിയാകും. അതുകൊണ്ട് ഈ വിഷയത്തിൽ അന്ന് മുതൽ ഇന്ന് വരെ ഹിന്ദു സംഘടനകൾ എടുക്കുന്ന സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ്. ഇത് ക്ലിയർ കേസ് ഓഫ് കൺവർഷൻ, ക്ലിയർ കേസ് ഓഫ് ഹ്യൂമൻ ട്രാഫിക്കിംഗ്. അതിനെ ഇല്ലായ്മ ചെയ്യാൻ സംഘടിതമായ രാഷ്ട്രീയ സമ്മർദ്ദം ഉപയോഗിച്ച് നടത്തിയ പൊറാട്ട് നാടകങ്ങൾ, ആ നാടകങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. അതിന് ബന്ധപ്പെട്ടവർ ഇന്നല്ലെങ്കിൽ നാളെ ഉത്തരം പറയേണ്ടി വരും. ഉത്തരം പറയിപ്പിച്ചേ ഞങ്ങൾ വിടും. ശ്രീ RV ബാബു, ഒപ്പം മറ്റൊരു ചോദ്യമുള്ളത്, ഈ നാരായൺപുര എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഈ കമ്മ്യൂണിസ്റ്റ് ഭീകര സംഘടനകൾക്ക് വലിയ സ്വാധീനമുള്ള, പരമ്പരാഗതമായി വലിയ സ്വാധീനമുണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. ഇപ്പോൾ ഒരുപക്ഷെ ഈ നരേന്ദ്രമോദി ഭരണം വന്നതിന് ശേഷം ആ പഴയ കണ്ട സ്വാധീനമൊന്നും അവർക്കവിടെ ഇല്ല എങ്കിൽ പോലും ആ വേരുകളൊക്കെ ഇപ്പോഴുമുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഈ CPIയുടെ ഓഫീസിൽ ഈ ഗൂഢാലോചന നടക്കുന്നത്. മാത്രമല്ല, കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ ഛത്തീസ്ഗഡിലേക്ക് എത്തിയിട്ടുള്ള മതപരിവർത്തന ലോബി, അവരെയും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ചാണ്, ഈ രാഷ്ട്രവിരുദ്ധ ശക്തികളെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് വലിയ ഗൂഢാലോചന നടത്തുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? ഈ
നക്സൽ ബാധിത പ്രദേശങ്ങളിൽ മാവോയിസ്റ്റ് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ സർക്കാർ സംവിധാനങ്ങൾക്ക് പോലും പ്രവേശനമില്ലാത്ത സ്ഥലത്ത് സർക്കാർ സംവിധാനങ്ങൾ ദുർബലമായിട്ടുള്ള ഈ പ്രദേശത്ത് ബാക്കി ആർക്കും പ്രവേശനമില്ല, മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പ്രവേശനമില്ല, പക്ഷെ ക്രൈസ്തവ സഭയ്ക്ക് പ്രവേശനമുണ്ട്. ക്രൈസ്തവ സഭയുടെ ഈ പറയുന്ന പാതിരി പ്രവർത്തനത്തിന്, സുവിശേഷ പ്രവർത്തനത്തിന്, ശുശ്രൂഷ എന്നൊക്കെ പറഞ്ഞ് അവിടെ പോകാനായിട്ട് തടസ്സമില്ല എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഈ മാവോയിസ്റ്റുകളും ക്രൈസ്തവ സഭയ്ക്കും തമ്മിൽ, അല്ലെങ്കിൽ ഈ അവിടെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് തമ്മിലുള്ള ഒരു അന്തർധാര സജീവമാണെന്നാണ്. ഇവര് തമ്മിൽ ഒരു ബന്ധമുണ്ട്. മാവോയിസ്റ്റുകളുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഭീകരവാദികളുടെ സഹയാത്രികരെ പോലെയാണ് ക്രൈസ്തവ സഭ ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്നത് എന്ന ഗുരുതരമായ ഒരു ആരോപണം നമ്മൾ ഉന്നയിക്കുകയാണ്. ക്രൈസ്തവ സഭയ്ക്ക് ഈ പറയുന്ന പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നത് മാവോയിസ്റ്റുകളുടെ സഹായത്തോടെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, അല്ലാതെ അവർക്കോട് പ്രവർത്തിക്കാൻ സാധ്യമല്ല. ഈ മാവോയിസ്റ്റ് ബന്ധമാണ് സ്റ്റാൻ സ്വാമിക്ക് ഉണ്ടായിരുന്നത്. സ്റ്റാൻ സ്വാമി മാവോയിസ്റ്റുകളുമായി ചേർന്നിട്ടാണ് ഡീപ് സ്റ്റേറ്റിന്റെ സഹായത്തോടെ, ജോർജ് സോറോസിന്റെ സഹായത്തോടെയൊക്കെ ഇന്ത്യയിൽ അരാജകത്വം ഉണ്ടാക്കാൻ, രാജ്യത്തെ വിഘടിപ്പിക്കാനുള്ള പ്രവർത്തനത്തിന്, ഈ പാവങ്ങളെ സഹായിക്കാനാണ്, വനവാസികളെ സഹായിക്കാനാണ്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണെന്നൊക്കെയുള്ള വ്യാജ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഈ പറയുന്ന ഭീകരവാദ ശക്തികളുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടാണ് ഇവരൊക്കെ പ്രവർത്തിച്ചത്. വർഷങ്ങൾക്ക് മുമ്പ് കാന്തമാലിലെ ലക്ഷ്മണാനന്ദ സരസ്വതി എന്ന് പറഞ്ഞ വൃദ്ധനായ ഒരു സന്യാസിയെ കൊലപ്പെടുത്തിയത്. ഹലോ ബാബു തുടർന്നോളൂ. കാന്തമാൽ സംഭവത്തില് ലക്ഷ്മണാനന്ദ സരസ്വതിയെ കൊലപ്പെടുത്തിയതിന്റെ പിന്നിലും ഈ ഭീകര നക്സലൈറ്റ് ബന്ധമുണ്ട്. അന്ന് ആ കൊലപ്പെടുത്തിന് നേതൃത്വം കൊടുത്ത ക്രൈസ്തവ തീവ്ര വിഭാഗങ്ങൾ അവര് ഈ മാവോയിസ്റ്റുകളുടെ സഹായത്തോട് കൂടിയിട്ടാണ് ലക്ഷ്മണാനന്ദ സരസ്വതിയുടെ ആശ്രമത്തിൽ കടന്നു എന്ന് അദ്ദേഹത്തെ വെട്ടി നുറുക്കി കൊലപ്പെടുത്തിയത്. ക്രൈസ്തവ തീവ്രവാദികൾ അല്ലെങ്കിൽ ഈ പറയുന്ന മാവോയിസ്റ്റുകളുടെ സഹായത്തോടു കൂടി ചെയ്തതാണ്. അപ്പൊ ഇത് ഈ പറയുന്ന പ്രദേശങ്ങളിലൊക്കെ സർവ്വസാധാരണമാണ്. ക്രൈസ്തവ സഭ ഇത് തീ കൊണ്ട് കളിക്കുകയാണ്. തീ കൊണ്ടുള്ള കളിയാണ് ഇത്. ഇത് അവസാനിപ്പിച്ചേ പറ്റൂ. ഈ മതം മാറ്റം പോലുള്ള പരിപാടികൾ, ഈ ശുശ്രൂഷ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന മേഖലകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം, ഈ ചർച്ചുകൾ സ്ഥാപിച്ച് ഈ പറയുന്ന രീതിയിൽ ഹിന്ദുക്കളുടെ വീടുകളിൽ കടന്നു എന്ന് ബൈബിള് കൊടുത്ത് അവിടെ ഈ പറയുന്ന സുവിശേഷം നടത്താൻ എന്നുള്ള പേരിൽ പോയി ആളുകളെ മതം മാറ്റാനുള്ള പരിശ്രമം നടത്തുന്ന പരിപാടി ക്രൈസ്തവ സഭ അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. എന്നാൽ മാത്രമേ ക്രൈസ്തവ സഭ സമാധാനത്തോടെ അവർക്ക് അവിടെ പ്രവർത്തിക്കാൻ സാധിക്കൂ. അല്ലാതെ ഹിന്ദു പ്രദേശങ്ങളിൽ കടന്നു ചെന്ന്, ഹിന്ദുക്കൾ പാർക്കുന്ന സ്ഥലത്ത് ചെന്ന് മതം മാറ്റത്തിൻ്റെതായിട്ടുള്ള പ്രവർത്തനവുമായിട്ട് ഇനി കടന്നു വന്നാൽ യാതൊരു സംശയവുമില്ല, ഈ കഴിഞ്ഞ ദിവസം പി സെൻകുമാറിനെ പോലുള്ള ആളുകൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പറയേണ്ടി വരും, എങ്ങനെയാണോ മുസ്ലിം ബെൽറ്റുകളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് ചെല്ലുമ്പോൾ അവര് ക്രൈസ്തവ മിഷണറി പ്രവർത്തകരെ ആദരിച്ചു വിടുന്നത്, അതേപോലുള്ള ആദരവ് ഒരുപക്ഷെ ഹൈന്ദവ സംഘടനാ പ്രവർത്തകര് ഇവർക്ക് നൽകും എന്നുള്ളത് ക്രൈസ്തവ സഭയുടെ പ്രവർത്തകര് ഓർത്താൽ നല്ലത് എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. വളരെ നന്ദി ശ്രീ ആർ വി ബാബു ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്.